ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോറക്സ് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്നും അതിൻ്റെ സർവർ എങ്ങനെ നമുക്ക് മെറ്റാട്രേഡർ 5 ആയിട്ട് കണക്ട് ചെയ്യാം, ഇത്തരം കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രേഡിങ്ങിനകത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ടെക്നിക്കൽ അനാലിസിസും മറ്റൊന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസും. ഇന്ന് മുതൽ നമ്മൾ പഠിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് പ്രോപ്പർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഏത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വേണം ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ആയിക്കോട്ടെ, ഇനി ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വേണം ഒരുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കറൻസി പെയർ മേടിക്കേണ്ടത്, വിൽക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം, എവിടെ ടേക്ക് പ്രോഫിറ്റ് വയ്ക്കണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ്. വളരെ സിമ്പിളായിട്ടൊന്ന് നോട്ടിൽ എഴുതി പോവുക. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററിക്കലി ഉള്ള ആ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ മുകളിലേക്ക് പോകാനാണോ അതോ താഴേക്ക് ഇടിയാനായിട്ടാണോ സാധ്യത എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ടൊന്ന് മലയാളത്തിലൊന്ന് നോട്ടിൽ എഴുതി തന്നെ പോവുക. ശ്രദ്ധിക്കുക, ഹിസ്റ്ററിക്കലി ഉള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്യും. ഭാവി വില കൂടാനാണോ കുറയാനാണോ സാധ്യത എന്ന് മനസ്സിലാക്കി തരുന്ന അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ, മലയാളത്തിലാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് നോട്ടിലൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഹിസ്റ്ററിക്കലി ഉള്ള ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഹിസ്റ്ററിക്കലി ഉള്ള ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഗ്രാഫ് വേണം അല്ലേ. ഒരു ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ആ ഹിസ്റ്ററിക്കലി ഉള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിക്കലി ഉള്ള ചാർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഒരുപാട് ടൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് പെട്ടെന്ന് ഒരു സെഷനിൽ തീർന്നു പോകുന്ന ഒരു ടോപ്പിക്കേ അല്ല. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി കണ്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാൻ ഞാൻ നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മുടെ tradingview.com ശ്രദ്ധിക്കുക, tradingview.com എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഈ ഒരു വെബ്സൈറ്റിനകത്താണ് കംപ്ലീറ്റ്ലി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം tradingview.comലേക്ക് കയറുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പണായി വരുന്നത്. റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ മെയിൽ ID കൊടുത്തുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ പ്രോഡക്ട്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, മോർ. അപ്പോൾ ഇതിനകത്ത് തന്നെ പ്രോഡക്ട്സിനകത്ത് സൂപ്പർ ചാർട്ട്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നേരെ ടെർമിനലിലേക്ക് പോകുന്നതാണ്. പ്രോഡക്ട്സിനകത്ത് സൂപ്പർ ചാർട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നേരെ നമ്മുടെ ടെർമിനലിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹിസ്റ്ററിക്കലിയുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ടെക്നിക്കൽ അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിക്കലിയുള്ള പ്രൈസ് മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. അപ്പോൾ ഹിസ്റ്ററിക്കലിയുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടിനെ വിളിക്കുന്ന പേരാണ് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിലും അതുപോലെ തന്നെ റെഡ് കളറിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. എന്താണ് ഗ്രീൻ കളറിൽ ഫോം ആകുന്നത്, റെഡ് കളറിൽ എന്തുകൊണ്ട് ഫോം ആകുന്നു, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിനി പഠിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക. ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ടെക്നിക്കൽ അനാലിസിസും ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി നമുക്ക് ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കറൻസി പെയറുകളെ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വാച്ച് ലിസ്റ്റ് ആണ് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മുടെ മെറ്റാട്രേഡർ 5 നമ്മൾ കണ്ടത് കോട്ട്സ് എന്നാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്താ, വാച്ച് ലിസ്റ്റ് ആണ്. ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കറൻസി പെയറാണോ ആഡ് ചെയ്യേണ്ടത്, ജസ്റ്റ് എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ USD JPY എന്ന് സെർച്ച് ചെയ്യുവാണ്. എനിക്ക് USD JPY എന്ത് ചെയ്യണം, നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ കഴിയും, ആഡ് ടു വാച്ച് ലിസ്റ്റ് മേളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത് ആഡ് ആകുന്നതാണ്. അപ്പോൾ ഒരുപാട് കറൻസി പേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ലെഫ്റ്റ് സൈഡിലാണ് ആവശ്യമായിട്ടുള്ള ടൂൾസ് വരുന്നത്, റൈറ്റ് സൈഡിലാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കറന്റ് XAU USDയുടെ ചാർട്ടാണ് ഇവിടെ കിടക്കുന്നത് കണ്ടോ. ഗോൾഡ് അതുപോലെ തന്നെ $, XAU USDയുടെ ചാർട്ടാണ് കിടക്കുന്നത്. എനിക്ക് ചാർട്ട് സ്വിച്ച് ചെയ്യണം, മറ്റൊരു ചാർട്ടിലേക്ക് പോകണം. എനിക്കിപ്പോൾ യൂറോ USDയുടെ ചാർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാനിവിടെ യൂറോ USD ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി എനിക്ക് GBP JPYയുടെ ചാർട്ട് വേണമെങ്കിലോ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ GBP JPYയുടെ ചാർട്ടിലേക്ക് പോകും. ഇനി AUD CADന്റെ ചാർട്ട് ആണെങ്കിലോ AUD CADന്റെ ചാർട്ടിലേക്ക് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചാർട്ട് സ്വിച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവിടെ തന്നെ D എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് സമയം കാണാം, 1 സെക്കൻഡ് 5 സെക്കൻഡ് 10 സെക്കൻഡ് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒരുപാട് സമയം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടൈം ഫ്രെയിം. കൃത്യമായിട്ട് ഇത് നോട്ടിലൊന്ന് എഴുതി വെക്കുക, ടൈം ഫ്രെയിം. അപ്പോൾ എന്താണ് ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ 1 ഡേ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, 1 ഡേ. അതായത് ഓരോ ക്യാൻഡിൽസും നമ്മളിപ്പോൾ ഗ്രീൻ കളറിലും റെഡ് കളറിലും ക്യാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും എന്ത് ചെയ്യും, പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റിനെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഞാനിവിടെ XAUSDയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ ഒരു 5 മിനിറ്റ്സ് കൊടുക്കുന്നു. ഇവിടെ 5 മിനിറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഓരോ ക്യാൻഡിലും ഓരോ 5 മിനിറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ ക്യാൻഡിലും ഓരോ 5 മിനിറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും എന്ത് ചെയ്യും, പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഞാൻ ടൈം ഫ്രെയിം 1 മിനിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിലോ ഓരോ 1 മിനിറ്റ് കഴിയുമ്പോഴും പുതിയ ക്യാൻഡിൽസ് ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓരോ 1 മിനിറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഓരോ ക്യാൻഡിൽസും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ 1 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇവിടെ 15 മിനിറ്റാണ് ഞാൻ കൊടുക്കുന്നതെങ്കിലോ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും പുതിയ ഒരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലാണ് ടൈം ഫ്രെയിം വർക്കൗട്ട് ആകുന്നത്. ശ്രദ്ധിക്കുക, 15 മിനിറ്റാണ് ഞാൻ ടൈം ഫ്രെയിമിൽ കൊടുത്തതെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുന്നു, അതിനുശേഷം പുതിയൊരു ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു പുതിയ ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പ്രൈസിൻ്റെ സ്കെയിൽ വരുന്നത്. XAUSDയുടെ പ്രൈസ് എത്രയാണ്? ഇതിവിടെ നമുക്ക് ഗ്രീൻ കളറിൽ കാണാം, 4594 കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്രൈസിൻ്റെ സ്കെയിൽ വരുന്നത്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമയവും അതുപോലെ തന്നെ ഡേറ്റും കാണാനായിട്ട് കഴിയും. ഇന്ന് മെയ് 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. കണ്ടോ, താഴെ സമയവും കാര്യങ്ങളുമാണ് താഴെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെ ആയിരിക്കും ക്യാൻഡിൽ കാണാൻ കഴിയുന്നത്. ആ ക്യാൻഡിലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൈസിൻ്റെ സ്കെയിലിൽ ക്ലിക്ക് ചെയ്തേ മേളിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. കൂടാതെ ഈ താഴത്തെ ഈ ഒരു പോർഷനിൽ ഈ ഡേറ്റ് കാണിക്കുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്ത് സൈഡിലേക്കൊക്കെ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്യാൻഡിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടോ, എന്നിട്ട് നമുക്ക് ഈ എങ്ങോട്ടേക്ക് വേണോ നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓക്കെ ആകുന്ന രീതിയിൽ എൻ്റെ ചാർട്ട് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് ടൈം ഫ്രെയിം ആയിരുന്നു. ഓരോ 15 മിനിറ്റിലും പുതിയ ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 1 ഡേ ആണെങ്കിൽ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഓരോ ക്യാൻഡിൽസും കാണിച്ചു തരുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ദിവസമാണ്, മെയ് 1-ാം തീയതിയുള്ള പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഈ റെഡ് ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. ഇനി തൊട്ടടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. ആ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ ഏപ്രിൽ 30, അതായത് തൊട്ട് കഴിഞ്ഞ ദിവസത്തെ വ്യാഴാഴ്ച ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചു തരുന്നത്. അതിന് മുന്നത്തെ ഒരു റെഡ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ബുധനാഴ്ച ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചു തരുന്നത്. അതിന് തൊട്ട് പിന്നിലെ ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചു തരുന്നത്. അതിന് തൊട്ട് പിന്നിലേക്ക് പോകുവാണെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഡേ കൊടുത്തത് കൊണ്ടാണ് ഓരോ ദിവസം വെച്ച് വരുന്നത്. 5 മിനിറ്റ് ആണെങ്കിലോ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും പുതിയ ക്യാൻഡിൽ ഫോം ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടൈം ഫ്രെയിമിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തുകൊണ്ട് ചില ക്യാൻഡിൽ റെഡ് കളറിൽ ഫോം ആകുന്നു, ഗ്രീൻ കളറിൽ ഫോം ആകുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അനാട്ടമിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് നോട്ടിൽ വരച്ചെടുക്കുക, അതിനുശേഷം കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഈ രൂപത്തിലാണ് നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് ബോഡി ഉണ്ട്. ഈ കാണുന്ന വലിയ ഭാഗത്തെ നമ്മൾ ബോഡി എന്ന് വിളിക്കുന്നു. അതേസമയം മേളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തെ അപ്പർ വിക്ക് എന്നാണ് വിളിക്കുന്നത്. മേളിലത്തെ ഈ ഒരു ഭാഗത്തെ നമ്മൾ അപ്പർ വിക്ക് എന്ന് വിളിക്കുന്നു. താഴെ കാണുന്ന ഇതുപോലൊരു ഭാഗം ലോവർ വിക്ക് എന്ന് വിളിക്കുന്നു. ഇത് അപ്പർ വിക്കും. അതേസമയം താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ലോവർ വിക്ക് എന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അനാട്ടമി നമ്മൾ നോക്കുവാണെങ്കിൽ 3 ഭാഗങ്ങളാണ് വരുന്നത്.
അപ്പർ വിക്ക് വരുന്നുണ്ട്, ലോവർ വിക്ക് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്. ഈ 3 ഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നോട്ടിലൊന്ന് വരച്ച് എഴുതിയെടുക്കുക. കൂടാതെ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ 4 പ്രൈസ് ഡേറ്റയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടൈം ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് 4 പ്രൈസ് ഡേറ്റയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത്. ഏതൊക്കെയാണ് ആ 4 പ്രൈസ് ഡേറ്റ എന്നും എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അതിലേക്കൊന്ന് കിടക്കാം. അപ്പോൾ ഇവിടെ OHLC, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. OHLC കൃത്യമായിട്ട് ഇതൊന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തെങ്കിൽ അന്നത്തെ ദിവസത്തെ ഓപ്പണായ വില നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. 1 ഡേ ആണ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് എങ്കിൽ അന്നത്തെ ദിവസത്തെ ഓപ്പണായ വില അറിയാനായിട്ട് കഴിയും. അന്നത്തെ ദിവസത്തെ ഹൈ പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രൈസിലേക്ക് പോയിട്ടുള്ള വിലയെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് വന്നിട്ടുള്ള വില നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവസാനത്തെ ക്ലോസ് ആയ പ്രൈസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള വില എത്രയാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ ഈ 4 പ്രൈസ് ഡേറ്റയാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ഓപ്പണായ വില അറിയാനായിട്ട് കഴിയും, ഹൈ പോയിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും, ലോ വന്നിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും, അതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള വിലയും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. OHLC. ഇനി ഇവിടെ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നിങ്ങൾ കൊടുത്തെങ്കിലോ, അപ്പോൾ ഈ ഒരു 30 മിനിറ്റിൽ ആ ഒരു ക്യാൻഡിൽ ഓപ്പണായ സമയം അല്ലെങ്കിൽ ആ ഒരു ഓപ്പണായ പ്രൈസ്, ഓക്കെ ശ്രദ്ധിക്കുക, 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ അവിടെ കൊടുത്തത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ 30 മിനിറ്റിൽ ഓപ്പണായ വില നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആ 30 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈ പോയിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും. ഈ 30 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ലോ വന്നിട്ടുള്ള വില അറിയാനായിട്ട് കഴിയും. ഈ 30 മിനിറ്റിൽ അവസാനം വന്ന് ക്ലോസ് ആയിട്ടുള്ള വിലയും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ കണ്ടതാണ്, ചില ക്യാൻഡിൽസ് ഗ്രീൻ കളറിൽ ഫോം ആകുന്നു, ചില ക്യാൻഡിൽസ് റെഡ് കളറിൽ ഫോം ആകുന്നു. ഇതിന് കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഗ്രീൻ കളർ ക്യാൻഡിൽസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബുള്ളിഷ് ക്യാൻഡിൽ. ശ്രദ്ധിക്കുക, ഗ്രീൻ കളർ ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ബുള്ളിഷ് ക്യാൻഡിൽ എന്നും അതേസമയം റെഡ് കളർ ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് ബെയറിഷ് ക്യാൻഡിൽ എന്നുമാണ്. കൃത്യമായിട്ട് ഇത് നോട്ടിലൊന്ന് എഴുതി വെക്കുക, വരച്ചെടുക്കുക. ഗ്രീൻ കളർ ക്യാൻഡിൽസിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്നും റെഡ് കളർ ക്യാൻഡിൽസിനെ ബെയറിഷ് ക്യാൻഡിൽ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 ക്യാൻഡിൽസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീൻ കളറിലാണ് ഫോം ആകുന്നത്, ബെയറിഷ് ക്യാൻഡിൽ റെഡ് കളറിലാണ് ഫോം ആകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ OHLC അഥവാ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ഇതിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ഗ്രീൻ കളറിൽ ഫോം ആകുന്നു, എന്തുകൊണ്ട് മറ്റൊരു ക്യാൻഡിൽ റെഡ് കളർ ക്യാൻഡിലായിട്ട് ഫോം ആകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ പ്രൈസ് വരുന്നത്. ശ്രദ്ധിക്കുക, ബുള്ളിഷ് ക്യാൻഡിലെ വിക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈ പ്രൈസ്, ഞാനൊരു എക്സാമ്പിൾ പെട്ടെന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 120 രൂപയാണ് ഇതിൻ്റെ ഹൈ പ്രൈസ് എന്ന് കരുതുക. വിക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ പ്രൈസ് വരുന്നത്. സെയിം സിറ്റുവേഷനാണ് നമ്മളൊരു ബെയറിഷ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും ഇവിടെയും ഹൈ വരുന്നത് 120 രൂപയാണ് ഹൈ പ്രൈസ് ആയിട്ട് വരുന്നത്. 120 രൂപയാണ് ഹൈ പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈ രണ്ടിലും ഒരുപോലെയാണ്. ബുള്ളിഷ് ക്യാൻഡിൽ നോക്കിയാലും ബെയറിഷ് ക്യാൻഡിൽ നോക്കിയാലും ഹൈ രണ്ടും സെയിം തന്നെയാണ്. ഇനി താഴേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോ വരുന്നത്, ഞാനൊരു 90 രൂപ കൊടുക്കുവാണ്. വിക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ലോ പ്രൈസ് വരുന്നത്. വിക്കിൻ്റെ ഏറ്റവും ലോ പോയിന്റിലാണ് നമ്മുടെ ലോ പ്രൈസ് വരുന്നത്. അവിടെ ഞാനൊരു 90 രൂപ കൊടുക്കുവാണ്. 90 രൂപ ലോയിൽ കൊടുക്കുന്നു. സെയിം സിറ്റുവേഷനാണ് നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും വിക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ലോ പ്രൈസ് വരുന്നത്. ഇവിടെ വീണ്ടും ഞാൻ 90 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഹൈയും അതുപോലെ തന്നെ ലോയും നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിലായിക്കോട്ടെ ബെയറിഷ് ക്യാൻഡിലായിക്കോട്ടെ രണ്ടിലും സിമിലർ ആണ്, ഒരുപോലെ തന്നെയാണ്. വിക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ ഹൈ പ്രൈസും വിക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ലോ പ്രൈസുമാണ് വരുന്നത്. ഇനി നമുക്കിനി ബോഡിയെ പറ്റിയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് വരുന്നത് എപ്പോഴും താഴെയായിരിക്കും. ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ പ്രൈസ് വരുന്നത്. ഞാനിവിടെ ഓപ്പൺ പ്രൈസ് ഒരു 100 രൂപ കൊടുക്കുവാണ്. ഓപ്പൺ പ്രൈസ് ഒരു 100 രൂപ കൊടുക്കുന്നു. ഇനി നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് വരുന്നതോ മേൽഭാഗത്താണ്. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് വരുന്നത്. ഞാനിവിടെ ഒരു 110 രൂപ ക്ലോസ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നു. 110 രൂപയാണ് ഞാനിവിടെ ക്ലോസ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് കരുതുക. ഓക്കെ, രണ്ടിലും 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ 30 മിനിറ്റിൽ ഓപ്പൺ ആയത് 100 രൂപയിലാണ്. അതിനുശേഷം ഹൈ പോയിട്ടുണ്ട്, ലോ വന്നിട്ടുണ്ട്, അവസാനം ക്ലോസ് ആയത് എത്ര രൂപയിലാണ്? 110 രൂപയിലാണ്. അതായത് 100 രൂപയിൽ ഓപ്പണായി 110 ക്ലോസ് ആയി. അതായത് വില കൂടി 10 രൂപ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട്. അപ്പോൾ വില കൂടുന്ന ക്യാൻഡിലിനെയാണ് അല്ലെങ്കിൽ വില കൂടുന്നതിനെയാണ് ബുള്ളിഷ് ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്.
ശ്രദ്ധിക്കുക, 30 മിനിറ്റിൽ ഓപ്പൺ ആയ 100 രൂപയിലാണ്, അതിനുശേഷം ക്ലോസ് ആയതോ 110 രൂപയിലാണ്. 10 രൂപ ഇവിടെ വില കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ കളറിൽ ഫോം ആകുന്നത്. അതേസമയം ബെയറിഷ് ക്യാൻഡിലേക്ക് വരുവാണെങ്കിലോ, ബെയറിഷ് ക്യാൻഡിലെ ഓപ്പൺ പ്രൈസ് വരുന്നത് മുകൾ ഭാഗത്താണ്. ബെയറിഷ് ക്യാൻഡിലെ ഓപ്പൺ പ്രൈസ് വരുന്നത് മേൽ ഭാഗത്താണ്. ഞാനിവിടെ ഓപ്പൺ കൊടുക്കുന്നു, അവിടെ ഒരു 110 രൂപ തന്നെ ഞാൻ കൊടുക്കുന്നു. 110ലാണ് ഓപ്പൺ ആയത്. അതിനുശേഷം അവസാനം ഈ 30 മിനിറ്റിൽ ഓപ്പൺ ആയത് 110, അവസാനം 30 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് ക്ലോസ് ആയത്, ക്ലോസ് പ്രൈസ് വരുന്നത് 100 രൂപയാണ് എന്ന് കരുതുക. ക്ലോസ് പ്രൈസ് വരുന്നത് 100 രൂപയാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, 110ൽ ഓപ്പണായി, അതിനുശേഷം വിലയിടിഞ്ഞ് 100ലാണ് വന്ന് ക്ലോസ് ആയത്. അതായത് വില താഴേക്ക് ഇടിയുന്ന ക്യാൻഡിലാണ്, അല്ലെങ്കിൽ വില താഴേക്ക് ഇടിയുന്നതിനെയാണ് ബെയറിഷ് ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ വില കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു, ബെയറിഷ് ക്യാൻഡിലാണെങ്കിലോ വില ഇടിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആയത് 110ലാണ്. ഈ 30 മിനിറ്റിൽ ഓപ്പൺ ആയത് 110ലും, അതിനുശേഷം ഹൈ പോയിട്ടുണ്ട്, ലോ വന്നിട്ടുണ്ട്, അവസാനം വന്ന് ക്ലോസ് ആയത് 100 രൂപയിലാണ്. അതായത് ഓപ്പണായ വിലയേക്കാളും താഴെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. 10 രൂപ താഴേക്ക് ഇടിഞ്ഞിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ റെഡ് കളറിൽ ഫോം ആകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീൻ കളറിൽ ഫോം ആകുന്നതെന്നും അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽ റെഡ് കളറിൽ ഫോം ആകുന്നതെന്നും കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വരച്ച് തന്നെ എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, ബെയറിഷ് ക്യാൻഡിൽ എന്താണ്, ട്രേഡിംഗ് വ്യൂവിനെ പറ്റി ചെറിയ രീതിയിലാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി വരുന്ന സെഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിസ് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒറ്റ സെഷൻ കൊണ്ട് കഴിയുന്നതേ അല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും നോട്ടിൽ എഴുതി തന്നെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ മൊബൈൽ ഫോണിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇതിൽ ഏറ്റവും താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം വാച്ച് ലിസ്റ്റ്. അവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ള കറൻസി പേഴ്സിനെ ആഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന സ്ഥലം. ഇനി നിങ്ങൾ ചാർട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോകുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും താഴെ കാണുന്ന വാച്ച് ലിസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ചാർട്ട്സുമാണ്. ചാർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ കണ്ടതുപോലെ തന്നെ നേരെ ആ ഒരു ചാർട്ടിലേക്ക് പോകുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിക്കോട്ടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, റെഡിയാക്കി വെക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.